ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയും ഹൈറിസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഹൈർ ജോലികൾ, കഫന്തീനികൾ അല്ലെങ്കിൽ ശവന്തീനികൾ ഇപ്പോൾ പറഞ്ഞു കിടക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവരുടെ FIR ഇട്ടവർക്ക് പണി വരാൻ പോവുകയാണ്. FIRകളൊക്കെ കള്ളപ്പരാതിയാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് ഇവന്മാർ കുറച്ച് നിർത്താതെ അഹോരാത്രം ഗ്രൂപ്പുകളിൽ കിടന്ന് മെസ്സേജ് അയക്കലും സന്തോഷം പ്രകടിപ്പിക്കലും ഒക്കെയാണ്. അപ്പോൾ ചില ആൾ പറയുന്നത് നമ്മളെ ഇങ്ങനെയാക്കിയതിൻ്റെ പണി അവർക്ക് കിട്ടണം എന്നൊക്കെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവരോട് ഈ വക്കീലന്മാർ പറഞ്ഞിരിക്കുന്നത് ഇനി FIR വരാതിരിക്കണം, അല്ലെങ്കിൽ ആദ്യമേ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് FIR വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. ഈ കമ്പനിയുടെ ഫ്രീസിങ് തുടങ്ങിയത് മുതൽ ഭാര്യയും ടീമും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മറ്റു കമ്പനിക്കാരാണ്. ഇപ്പോൾ അവർക്ക് മനസ്സിലായി മറ്റു കമ്പനിക്കാരെന്നല്ല, ആൾക്കാർക്ക് മനസ്സിലായി. ഇത് പോപ്പുലർ ഫിനാൻസിൻ്റെ കേസിലടക്കം ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഇത്തരം കേസുകളിൽ, സാമ്പത്തിക തട്ടിപ്പുകളിൽ ഓരോ കേസിലും ഓരോ FIR വേണം, ഓരോന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഓരോ കേസിനും ഓരോ അന്വേഷണവും ഓരോ FIRകളും വേണമെന്ന് ക്രൈംബ്രാഞ്ച് CBIയോട് പറഞ്ഞിരിക്കുകയാണ്. ഹൈക്കോടതി CBIയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടവർക്ക് ഇപ്പോൾ ബഡ്സ് പ്രകാരം ഇത് അറ്റാച്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ ആവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഹൈറത്തിനെ സംബന്ധിച്ചിടത്താണെങ്കിൽ 3000 കോടി കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് ഇപ്പോൾ ഉള്ളത് വെറും 212 കോടി മാത്രമാണ്. 212 കോടി മാത്രമാണ് ക്യാഷായിട്ട് ബാങ്കുകളിൽ ഉള്ളത്. ഇവരുടെ HDFCയും ICICIയും അങ്ങനെയുള്ള ബാങ്കുകളിൽ ഉള്ളത് 212.5 കോടി മാത്രമാണ്. നമുക്കറിയാം 8000-ലധികം OTT ഷെയറുകൾ ഇവർ വിറ്റിട്ടുണ്ട്. 8300 സംതിങ് ആണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയോളം FIRകൾ OTT ഷെയറുകൾ ഇവർ നൽകിയിട്ടുണ്ട്. അത് കണക്കാക്കിയാൽ തന്നെ 400 കോടിയിലധികം രൂപ വേണ്ടി വരും. അത് വീണ്ടും FIR തന്നെ വരുന്നു. OTT ഇട്ടവർക്ക് മാത്രം കൊടുക്കണമെങ്കിൽ 400 കോടി രൂപ ആവശ്യമാണ്. എന്നാൽ ഇപ്പോൾ ഉള്ളത് വെറും 212 ആണ് എന്ന് നിങ്ങൾ ഓർക്കേണ്ടത് നല്ലതാണ്. അപ്പോൾ ഈ 212 കോടി രൂപ ഈ 8000 ആൾക്കാർക്ക്, ചുരുങ്ങിയത് 8000 ആൾക്കാർക്ക് വീതിച്ചു കൊടുത്താൽ പോലും അവർ ഇട്ട OTT ഷെയറിൻ്റെ തുക പോലും ലഭിക്കില്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പരാതികൾ വന്നു കഴിഞ്ഞാൽ ഇവർ അതിൻ്റെ പുറകെ നടക്കണം. അത് അങ്ങനെ കൂടുന്നത് കണ്ടു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പരാതികളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് കൊണ്ടാണ് ഇവർ ഇപ്പോൾ സ്പെഷ്യൽ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. FIR ഇട്ട് കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളത്. FIR ഇടണം എന്ന് തന്നെയാണ് കളക്ട്രേറ്റിലായാലും ക്രൈംബ്രാഞ്ചിലായാലും നമ്മുടെ കോമ്പിറ്റൻ്റ് അതോറിറ്റിയിൽ പോയിട്ട് അന്വേഷകർക്കോടൊക്കെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ FIR ഇടണം എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ലെയിം പെറ്റീഷൻ്റെ ഒരു ഫോം നമ്മൾ കണ്ടു, പോപ്പുലർ ഫിനാൻസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഫോം. അതിലും പറഞ്ഞിരിക്കുന്നത് FIR നമ്പർ, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഈ കമ്പനിയുടെ പണം 212 കോടി കിട്ടാൻ പോകുന്നത് FIR ഇട്ടവർക്ക് മാത്രമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അത് തടയിടാൻ, അല്ലെങ്കിൽ ചുരുങ്ങിയ FIR വന്ന് അവരെ സെറ്റിൽ ചെയ്ത് ബാക്കി കമ്പനിക്ക് അടിക്കാൻ, അല്ലെങ്കിൽ ലീഡർമാർക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വിദൂര സാധ്യതകളാണ് ഇവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു അപ്പീൽ വരുന്ന ഘട്ടത്തിൽ FIRകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അത് ഇവർക്ക് അപ്പീലിൻ്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഇവർ ഇപ്പോൾ സ്പെഷ്യൽ ക്യാമ്പയിൻ, 2 മാസത്തെ സ്പെഷ്യൽ ക്യാമ്പയിൻ, ഇനിയിപ്പോൾ ജൂൺ 2 വരെയുള്ള സ്പെഷ്യൽ ക്യാമ്പയിനാണ് ഈ FIR ഇടാതിരിക്കാൻ വേണ്ടിയും FIR ഇട്ടവർ പണി കിട്ടും എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യാതൊരുവിധ പണിയുമില്ല.
ഇവർക്ക് ഇത് ബഡ്സ് കേസാണ്. ബഡ്സ് കേസിൽ ഇവരുടെ ഏത് പരാതി എവിടെ ഇട്ട് കഴിഞ്ഞാലും അത് ബഡ്സിലേക്ക് മാറ്റാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതുകൊണ്ട് ബഡ്സ് കോടതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇവർ എന്ത് അധികാരത്തിലാണ് ഇവർ പണം വാങ്ങിയത്, പണം കൊടുത്തിട്ടുണ്ടോ എന്നല്ല ചോദിക്കുക, പണം വാങ്ങിയിട്ടുണ്ടോ, വാങ്ങിയാൽ തന്നെ തെറ്റാണ്. പിന്നെയല്ലേ അത് വീതിച്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം തെറ്റാണ്. അപ്പോൾ ഇവർക്ക് വാങ്ങാനുള്ള യാതൊരു വിധത്തിലുള്ള അനുമതിയും ഒരു ഏജൻസിയും ഇവർക്ക് നൽകിയിട്ടില്ല. ഇവർ പല പല പേരുകളിൽ ഇവർ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ FIR ഇട്ടവർക്ക് യാതൊന്നും പേടിക്കാനില്ല. ഇവർ പുതുതായി FIR വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്യാമ്പയിനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവർ പണം കൊടുത്തതിൻ്റെ എല്ലാ രേഖകളും ഉള്ളവർ തന്നെയാണ്. അല്ലാതെ ഇതിലൂടെയും പോയവനല്ല പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ ലീഡർമാർക്ക് കൊടുത്തതിൻ്റെ രേഖകൾ വെച്ച് തന്നെയാണ് ഓരോ പോലീസ് സ്റ്റേഷനും അവരുടെ രേഖകൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്കൊക്കെ FIR ഇട്ട് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ കൈമിൽ കൊടുത്തു, അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞതിനൊന്നും FIR കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ പരാതികൾ വരുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. ഇന്ന് നമ്മൾ 67 എണ്ണാണ് ഹൈക്കോടതിയിൽ കേട്ടതെങ്കിൽ ഇന്ന് അതിനേക്കാൾ കൂടുതൽ FIR ഉണ്ട് എന്നാണ് ഇന്ന് മനസ്സിലാകുന്നത്. ബൈ.